കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ഫ്രൈഡേ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതിനായി പപ്പായയാണ് വേണ്ടത്. പപ്പായ വെച്ച് തോരനും കറികളും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ പപ്പായ വെച്ച് നല്ലൊരു ഫ്രൈ കൂടി ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും സ്നാക്കായിട്ടും എല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ പപ്പായ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പപ്പായ കഴുകി വൃത്തിയാക്കി എടുക്കണം. അത്യാവശ്യം മൂത്തതായിരിക്കണം കേട്ടോ. ഇതാ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. കൂടുതൽ ആളുണ്ടെങ്കിൽ ഒരു പപ്പായൊക്കെ എടുക്കാം. ആവശ്യമുള്ള പപ്പായ കഴുകി വൃത്തിയാക്കി തോലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് കനം കുറയണ്ട. ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ഒരേ ലെവലിൽ, എന്നാലേ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലിയും മുളക് പൊടിയും കോൺഫ്ലവറും ഉപ്പും അരിപ്പൊടിയുമാണ് കേട്ടോ വേണ്ടത്. നല്ല കളറ് കിട്ടാൻ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്ത് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്പം പോലും വെള്ളം ചേർക്കരുതേ. ഈ പൊടി നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പായയില്ലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതും നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അതിൽ അല്പം കൂടി വെള്ളം വേണ്ട. അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായി ഫ്രൈ ആയി കിട്ടില്ല. നനവോടുകൂടി ഈ പൊടി മുഴുവൻ അതിലേക്ക് ഓരോന്നിലും കവർ ചെയ്യുന്ന രീതിയിൽ കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ എത്ര കഴുകി തുടച്ചെടുത്താലും അല്പം വെള്ളമൊക്കെ കാണുമല്ലോ പപ്പായയിൽ, അറിയാലോ. പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ടായാലും. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ പപ്പായ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഒട്ടിപ്പിടിക്കും. ഒരേപോലെ നന്നായിട്ടും നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ കണ്ടില്ലേ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല കളറ് കിട്ടാൻ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിതിലൊരു അല്പം ചേർത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പായ ഫ്രൈ ഇതേപോലെ എല്ലാം വറുത്ത് കോരി എടുക്കട്ടെ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അല്പം കറിവേപ്പില കൂടി ഫ്രൈ ചെയ്ത് അതിലേക്കിട്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ലതാണ്. ചോറിൻ്റെ കൂടെയും വെറും സ്നാക്കായിട്ടും ഒക്കെ കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.